ഞാൻ ഡോക്ടർ സുൽഫി നോഹുവിലേക്ക് എത്തുന്നു. ഡോക്ടർ സുൽഫി നോഹു, ഇവിടെ ഹൈദരാബാദ് കണക്ഷൻ്റെ കണ്ണിയാണ് താനെന്ന് പറയുന്നു. ഈ പിടിയിലായ സാബിത്ത് നാസർ പറയുന്നു രാജ്യാന്തര കണ്ണിയാണ്, ഒരു വലിയ നെറ്റ്വർക്ക് ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ഡോക്ടർ, അല്ലെങ്കിൽ തന്നെ ഈ ഓർഗൻ ഡൊണേഷൻ എന്നൊക്കെ പറയുന്നത് കാലങ്ങളായി തെറ്റിദ്ധരിപ്പിക്കാൻ ഒരുപക്ഷെ ബോധപൂർവമായി പോലും പല നീക്കങ്ങൾ നടക്കുന്ന ഒരു മേഖല കൂടിയാണല്ലോ. ആ ചിന്തകൾക്കിടയിലേക്ക് ഈ വലിയ വാർത്ത കൂടി വന്നു വീഴുന്ന ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താകും ഡോക്ടർ സുൽഫി നോഹു? ഹഷ്മി, ഇത് ഈ കാര്യം തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ ഓർഗൻ ഡൊണേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ധാരാളം കോൺട്രവേഴ്സികൾ പലപ്പോഴും പലരെയും മുൾമുനയിൽ നിർത്തിയിട്ടുള്ള, അല്ലെങ്കിൽ പലരുടെയും നേർക്ക് ചൂണ്ടുവിരലിൽ നീണ്ടിട്ടുള്ള പല അപവാദ പ്രചരണങ്ങളും നടന്നിട്ടുള്ള ഒരു വലിയൊരു മേഖലയാണ്. ഈ മേഖല ഒരു ഗ്രേ ഏരിയ ആയിട്ട് തുടങ്ങിയിട്ട് വളരെ വളരെ നാളുകളായി. ഈ കാര്യത്തില് ഈ രണ്ട് തരത്തിലുള്ള അവയവദാനം ഉണ്ടെന്നും ഏതിലാണ് അവയവദാനത്തിലുള്ള അഴിമതിക്കുള്ള സാധ്യതയുണ്ട് എന്നും ഇപ്പോഴും കേരളത്തിലെ പൊതുസമൂഹത്തിന് വ്യക്തതയില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. നമുക്ക് ഓർഗൻ ഡൊണേഷൻ രണ്ട് തരത്തിലുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ലൈവ് ഡോണർ എന്നും കഡാവർ ഡോണർ എന്നും. കഡാവർ ഡോണർ അല്ലെങ്കിൽ മരിച്ചുപോയതിനു ശേഷം എടുക്കുന്ന അവയവദാന പ്രക്രിയ ആണ് ഏറ്റവും അഴിമതി രഹിതവും സുരക്ഷിതവുമായിരിക്കുന്നത്. പലപ്പോഴും പല സിനിമയിലൊക്കെ കാണുന്നത് പോലെ വണ്ടി ഇടിച്ച് കൊന്നിട്ട് അവയവം എടുക്കുമെന്നൊക്കെ പറയുന്നത് അസാധ്യമായ ഒരു കാര്യമാണ്. അതൊരു ഭാവന മാത്രമാണ്. പക്ഷെ അതാണ് ഏറ്റവും സേഫ് ആയിട്ട്, മീൻസ് ഏറ്റവും അഴിമതി കുറഞ്ഞിട്ടുള്ളത്. പക്ഷെ ലൈവ് ഡോണർ വർഷാവർഷങ്ങളായിട്ട് എല്ലാ സ്ഥലങ്ങളിലും, ഇവിടെ മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഒക്കെ തന്നെ ഇത്തരം ഒരു അഴിമതിയുടെ കറ പുലരാൻ സാധ്യതയുള്ളതാണ്. വളരെ വളരെ വ്യക്തമായ രീതിയിൽ ഓർഗൻ ഡൊണേഷൻ അല്ലെങ്കിൽ അതൊരു ഒരു കച്ചവടമായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ മുൻകാലങ്ങളിലും നടന്നിട്ടുണ്ടാവണം. ഈ മറ്റ് രാജ്യങ്ങളിലേക്ക് ആളുകളെ കടത്തുകയും അവർ ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്യുന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ ട്രേഡിംഗിൽ തന്നെ അവർക്ക് അറിഞ്ഞുകൊണ്ടാണ് അവർ അവയവം കൊടുക്കുന്നതെങ്കിൽ പോലും അവർക്ക് വേണ്ട വാഗ്ദാനം ചെയ്യപ്പെട്ട തുകയൊന്നും കൊടുക്കില്ല, അവരെ ഉപേക്ഷിക്കുക എന്നുള്ള ഒരു രീതിയൊക്കെ പണ്ടുകാലങ്ങളിലും ഒക്കെ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇത് വ്യക്തമായി കണ്ടുപിടിക്കപ്പെടണം. അതേസമയം ഈ മരണാനന്തര അവയവദാനം, മസ്തിഷ്ക മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന വ്യക്തമായ ഒരു നയം ഉണ്ടാവണം. ശക്തമായി ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ എല്ലാത്തിനും എതിരെ വിരൽ ചൂണ്ടപ്പെടും. അപ്പോൾ വിരൽ ചൂണ്ടപ്പെടുമ്പോൾ അതിലെ ശാസ്ത്രം പറഞ്ഞുകൊണ്ട്, ന്യായം പറഞ്ഞുകൊണ്ട് ശക്തമായി നിലനിൽക്കാൻ എല്ലാവർക്കും, ഭരണകൂടങ്ങൾക്കും മാധ്യമങ്ങൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. താങ്ക് യു ഡോക്ടർ, താങ്ക് യു. അപ്പോൾ അതൊരു വലിയ നെറ്റ്വർക്ക് ആണോ എന്നതാണ് പേടിയോടെ ഉണ്ടാകുന്ന സംശയം. ഇത് മറ്റു മേഖലകൾ പോലെയൊന്നുമല്ലോ. അത് കേൾക്കുമ്പോൾ തന്നെ മനുഷ്യനെ പിടിച്ചുകൊണ്ട് പോയി അവയവം പറിച്ചെടുക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു ഉൾക്കിടലുണ്ടാവില്ലേ? അപ്പോൾ ഒരു കേസാണത്. ആ കേസിനെ കുറിച്ച് അന്വേഷണങ്ങൾ നടക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം ഈ ഷമീർ എന്ന് പറയുന്ന പാലക്കാട്ടുകാരനായ ഇപ്പോൾ ബാങ്കോക്കിലുള്ള ഒരാളാണ്. അയാളിലേക്ക് കിട്ടിയാൽ അത് അന്വേഷണത്തിൽ വലിയ ബ്രേക്ക് ത്രൂ ആകും എന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു അന്വേഷണ സംഘം. തിരികെ എത്തും ഇടവേളയ്ക്ക് ശേഷം.